ഹായ്, നമുക്കിന്ന് S6 ഒരു പുതിയ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. പേപ്പറിൻ്റെ പേര് ഗ്രാഫ് തിയറി. ഇതൊരു എലക്റ്റീവ് പേപ്പറാണ്. നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത, ഒന്നാമത്തെ സെമിസ്റ്റർ മുതൽ 6ാമത്തെ സെമിസ്റ്റർ വരെ മാത്തമാറ്റിക്സ് പഠിച്ചതിൽ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പേപ്പറാണ് ഗ്രാഫ് തിയറി. പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള എലക്റ്റീവ് പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കോളേജിലും ഓരോ എലക്റ്റീവ് S6 പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ കോളേജുകളിൽ പഠിക്കാനുള്ള എലക്റ്റീവാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാഫ് തിയറി. ഞാൻ പറഞ്ഞതുപോലെ ഇതിലെ പേര് തിയറി എന്നാണെങ്കിലും ഒരു അപ്ലൈഡ് മാത്തമാറ്റിക്സ് പേപ്പറാണ് ഗ്രാഫ് തിയറി. അതായത് നമ്മൾ റിയലിലും അതുപോലെ ഗ്രൂപ്പ് തിയറിയിലും അതായത് ഓൾജിബ്രയിലും ഒക്കെ പഠിച്ചതുപോലെ ഒരു 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 തിയറി ആൻഡ് ഡെഫിനിഷൻ അല്ലെങ്കിൽ തിയറം ആൻഡ് പ്രൂഫ് എന്ന രീതിയിലുള്ള ഒരു പേപ്പർ തന്നെയാണിത്. എന്നിരുന്നാലും അതൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റുകൾ പഠിക്കുന്ന, ഡിസ്ക്രീറ്റ് ആയിട്ട് പഠിക്കാതെ കുറച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് ഗ്രാഫ് തിയറി നടത്തുന്നത്. പേര് തിയറി എന്നാണെങ്കിലും ഇതൊരു അപ്ലൈഡ് മാത്തമാറ്റിക്സ് പേപ്പറാണ്. ഇതിലും തിയറിയും പ്രൂഫൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇത് കൂടുതലും ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് അപ്ലൈഡ് അല്ലെങ്കിൽ ഈ തിയറി കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് എന്നുമായിട്ടാണ് ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചില പ്രാക്ടിക്കൽ പ്രോബ്ലങ്ങളുമായിട്ടാണ്. ഇതാണ് ഈ പേപ്പറിന്റെ പേര് ഗ്രാഫ് തിയറി. ഈ പേരിലുള്ള ഗ്രാഫ് കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക നമ്മുടെ എക്സ് ആക്സും വൈ ആക്സും വെച്ച് ഗ്രാഫ് വരയ്ക്കുന്നു, കർവുകളുടെ ഗ്രാഫ് വരയ്ക്കുന്നു, അല്ലെങ്കിൽ y = x² ഗ്രാഫ് വരയ്ക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു ഗ്രാഫ് തിയറി നമ്മുടെ XY ആക്സസുമായിട്ടൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. വേണമെങ്കിൽ ചില ഗ്രാഫുകൾ അങ്ങനെ വരയ്ക്കാമെന്നേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മുടെ സാധാ എക്സ് ആക്സും വൈ ആക്സും വരച്ച് y = f(x) എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കും പോലത്തെ ഒരു കോൺസെപ്റ്റ് അല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആക്ച്വലി കുറെ ഡോട്ടുകളും വെർട്ടിസസ്, കുറെ ഡോട്ടുകളും കുറെ എഡ്ജസ്, കുറെ കർവുകളും വരച്ച് കുറെ റെപ്രസെന്റേഷൻ നടത്തും. പ്രാക്ടിക്കൽ പ്രോബ്ലങ്ങളെ നമ്മൾ എന്തിനെ ഒരു 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 പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നിരിക്കുന്ന തന്നെ ഗ്രാഫുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ഡോട്ടുകളും കുറച്ച് കർവുകളും ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്നു ചില പർട്ടിക്കുലർ സിറ്റുവേഷനുകളെ, ചില പർട്ടിക്കുലർ പ്രോബ്ലങ്ങളെ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക്. ഇപ്പോ ഒരു 3 ഹൗസ്, ഒരു 3 യൂട്ടിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഗ്യാസ് കണക്ഷൻ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഒരു വാട്ടർ കണക്ഷൻ, അങ്ങനെ 3 യൂട്ടിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 3 വീടുകൾക്കും ഇപ്പൊ ഇത് ഹൗസുകളാണ്, ഇത് യൂട്ടിലിറ്റി ആവശ്യകതയുള്ള സാധനങ്ങൾ, യൂട്ടിലിറ്റി. ഗ്യാസ് കണക്ഷൻ, അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ, വാട്ടർ കണക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി. ഇത് ഹൗസ് 1, ഇത് ഹൗസ് 2, അതുപോലെ ഹൗസ് 3. ചോദ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകൾക്കും ഈ ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഈ 3 യൂട്ടിലിറ്റിയും വേണം. ഇതിലെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വീട്ടുകാരെയും ഈ 3 യൂട്ടിലിറ്റിയുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുക. അതായത് കർവുകൾ വരച്ച് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ കർവുകൾ വെച്ച് ആ കണക്ഷൻസ് റെപ്രസെന്റ് ചെയ്യുക. ക്രോസ് ഓവർ ഇല്ലാതെ കണക്ഷൻ വരയ്ക്കാൻ പറ്റുമോ? ഈ 3 വീട്ടുകളിൽ നിന്ന് ഈ 3 യൂട്ടിലിറ്റിയിലേക്ക് ഒരു ക്രോസ് ഓവർ പോലും വരാതെ കണക്ഷൻ വരയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ H1G, അതുപോലെ H1W, അതുപോലെ H1E, അതുപോലെ H2G, അതുപോലെ തന്നെ H2ൽ നിന്ന് W, അതുപോലെ തന്നെ H2ൽ നിന്ന് W, അതുപോലെ തന്നെ H2ൽ നിന്ന് W, അതുപോലെ തന്നെ H2ൽ നിന്ന് എന്തിലേക്ക്? ഇയിലേക്ക്. അതുപോലെ H3ൽ നിന്ന് എന്തിലേക്ക്? ജിയിലേക്ക്. H3ൽ നിന്ന് Wയിലേക്ക്, H3ൽ നിന്ന് ഇയിലേക്ക്. ഇപ്പൊ ഇതിൽ വരച്ചപ്പോൾ ആക്ച്വലി H3ൽ നിന്ന് ഇയിലേക്ക് ക്രോസ് ഓവർ ഇല്ല. പക്ഷേ H3ൽ നിന്ന് ജിയിലേക്ക് വരച്ചപ്പോഴും H3ൽ നിന്ന് Wയിലേക്ക് വരച്ചപ്പോഴും ക്രോസ് ഓവർ വന്നു. എന്റെ ചോദ്യം, ഈ ക്രോസ് ഓവർ വരാത്ത രീതിയിൽ, അതായത് യൂട്ടിലിറ്റീസ് ഒരു പൈപ്പ് പോലെ പോവുകയാണെങ്കിൽ, പൈപ്പുകൾ ഇട്ടാണ് നമ്മൾ യൂട്ടിലിറ്റിയെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പൈപ്പുകൾ തമ്മിൽ ക്രോസ് ഓവർ വരാത്ത രീതിയിൽ, ഒന്ന് മറ്റൊന്നിന്റെ പുറത്തൂടെ കയറി പോവാത്ത രീതിയിൽ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്നാണ് ആ പ്രോബ്ലത്തിന്റെ പേര്. ഇത് യൂട്ടിലിറ്റി പ്രോബ്ലം. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് യൂട്ടിലിറ്റി പ്രോബ്ലം. നമുക്ക് സംശയമാണ് ഇങ്ങനെ ഉണ്ടാവുമോ എന്ന്, ഇങ്ങനെ ക്രോസ് ഓവർ ഉണ്ടാവാത്ത രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള നമ്മുടെ സംശയം. യൂട്ടിലിറ്റി പ്രോബ്ലം ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള പ്രോബ്ലം. അതുപോലെ തന്നെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാൻ, ഡോർ ടു ഡോർ കച്ചവടം നടത്തുന്ന ഒരു സെയിൽസ്മാൻ ഒരു സിറ്റിയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ടൗണിലേക്ക് വരികയാണ്. അപ്പോൾ ടൗണിൽ പുള്ളിക്ക് പല
ടൗണിലേക്ക് പോകാൻ വേണ്ടി പല ഹൈവേസും മറ്റുമൊക്കെ ഉണ്ടാവും. പുള്ളി എല്ലാ ടൗണിലെ സ്റ്റേഷൻസിലും ഇപ്പം കുറച്ച് കടകളുണ്ട്, മാർക്കറ്റ് കുറച്ച് ഷോപ്പുകൾ ഉണ്ടെങ്കിൽ പുള്ളിക്ക് എല്ലാ ഷോപ്പിലും പോകണം. ഈ പറഞ്ഞ വഴികളിലൂടെ എല്ലാ ഷോപ്പിലും പോകണം. പക്ഷെ ഒരു വഴിയിലൂടെ ഒരു തവണ മാത്രം സഞ്ചരിച്ച് എല്ലാ ഷോപ്പിലും പോകാൻ സാധിക്കുമോ? ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് സച്ച് എ സിറ്റുവേഷൻ? അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് നമുക്ക് ജസ്റ്റ് വരച്ചു നോക്കിയാൽ മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ മാത്സിലെ വേറെ ഏത് പേപ്പറിന്റെ അല്ലെങ്കിൽ വേറെ ഏതൊരു തിയറിയുടെയും ബേസിൽ പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാഫ് തിയറി തന്നെ വേണം. കോനിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്നൊരു പ്രോബ്ലം ഉണ്ട്. റീഗൽ റിവറിലെ ഒരു കൊനിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ബ്രിഡ്ജൊക്കെ ഇട്ടിട്ട് എല്ലാ കുറച്ച് ലാൻഡ് ഏരിയസ് മറ്റുമൊക്കെ ഉണ്ട്. ആ ലാൻഡ് ഏരിയയിൽ ഒരു ലാൻഡ് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ലാൻഡ് ഏരിയകളിലും എത്തി, എല്ലാ ബ്രിഡ്ജിലൂടെ ഒരു തവണ മാത്രം കയറിക്കൊണ്ട് എത്താൻ സാധിക്കുമോ എന്നുള്ള പ്രോബ്ലം. സോ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ സിറ്റുവേഷനുകളെ സോൾവ് ചെയ്യാൻ വേണ്ടി, അവരുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഗ്രാഫുകൾ, ഇതുപോലെ കുറച്ച് ഡോട്ടുകൾ, ഇവിടെ ഞാൻ ഹൗസസിനെ അവിടുത്തെ ഓരോ വീടുകളുടെയും ഡോട്ടുകൾ ഇട്ട് റെപ്രസെന്റ് ചെയ്തു, ഓരോ യൂട്ടിലിറ്റിയെയും ഡോട്ടുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് അവരുടെ കണക്ഷൻ, യൂട്ടിലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ഷൻസിനെ ഞാൻ കർവുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ കർവുകൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഡോട്ടുകൾ ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? ഗ്രാഫ് തിയറി, അല്ലെങ്കിൽ ആ പേപ്പറാണ് ഗ്രാഫ് തിയറി. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളിൽ നിന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഗ്രാഫ് തിയറി ഡെവലപ്പ് ചെയ്ത് വന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്നോവേഷൻസ് നടക്കുന്നത് അല്ലെങ്കിൽ റിസർച്ച് നടക്കുന്ന മേഖലയാണ് ഗ്രാഫ് തിയറി. ഈ ഗ്രാഫ് തിയറി തന്നെയാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ പാർട്സിനെയൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി, അതിന്റെ സൈസ് കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഗ്രാഫ് തിയറിയാണ്. നമുക്ക് കുറേ കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസിനെ എങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം റിക്വയർമെന്റിലൂടെ എല്ലാ കണക്ഷനിലേക്കും അതിന്റെ സിഗ്നൽസ് പോകും എന്നൊക്കെയുള്ള പ്രോബ്ലം, ഇതെല്ലാം സ്റ്റഡി ചെയ്യുന്ന എന്തിലൂടെയാണ്? ഗ്രാഫ് തിയറിയിലൂടെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ റിസർച്ച് നടക്കുന്ന ഒരു പേപ്പറാണ് ഗ്രാഫ് തിയറി. നിങ്ങൾ PGI കഴിഞ്ഞ് PhDക്ക് നിങ്ങൾക്ക് ഗ്രാഫ് തിയറി സെലക്ട് ചെയ്യാം നിങ്ങളുടെ പേപ്പറായിട്ട് അല്ലെങ്കിൽ റിസർച്ച് പേപ്പറായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാഫ് തിയറിയുടെ ബേസിക് കാര്യങ്ങൾ. ഇനി നമ്മൾ ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്ന എല്ലാം തിയററ്റിക്കൽ ആസ്പെക്റ്റുകളാണ്. അതിനകത്ത് തന്നെ എന്താണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ കുറച്ച് പ്രോബ്ലങ്ങൾ, ഗ്രാഫ് തിയറി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് പ്രോബ്ലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പേപ്പറിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ. വളരെ എളുപ്പമാണ്, 2 മോഡ്യൂളേ ഉള്ളൂ. വലിയ രീതിയിലുള്ള പ്രോബ്ലങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിയറിയും കാര്യങ്ങളൊന്നുമില്ല. വളരെ എളുപ്പമുള്ള പേപ്പറാണ്. ഓക്കെ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് ഗ്രാഫ് തിയറി. സോ അപ്പോൾ നമുക്കിനി ഡെഫിനിഷനിലേക്ക് പോവാം. എന്താണ് ഒരു ഗ്രാഫ് എന്നുള്ള ഡെഫിനിഷൻ? സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് നമ്മുടെ XY ആക്സിസ് വരയ്ക്കും പോലെയുള്ള ഗ്രാഫുകളല്ല, അല്ലെങ്കിൽ y = f(x) എന്ന് പറയുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. സോ നമ്മുടെ ഇവിടുത്തെ ഗ്രാഫ് തിയറിയിൽ, ഈ പേപ്പറിൽ എന്താണ് ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 സെറ്റുകളാണുള്ളത്. ഗ്രാഫിനെ നമ്മൾ G എന്ന് ഡിനോട്ട് ചെയ്താൽ ഇതിന് 2 സെറ്റുകളാണുള്ളത്, 2 കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റുകളാണുള്ളത്. ഒന്ന് V എന്ന് പറയുന്നൊരു സെറ്റും അതുപോലെ E എന്ന് പറയുന്ന സെറ്റും. ഈ വിയെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ് സെറ്റ്. അതുപോലെ E വിളിക്കുന്ന പേരാണ് എഡ്ജ് സെറ്റ്. വെർട്ടെക്സ് സെറ്റും അതുപോലെ എഡ്ജ് സെറ്റും, ഈ 2 സംഗതികളാണ് ഒരു ഗ്രാഫിലുള്ളത്. വെർട്ടെക്സ് സെറ്റ് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഡോട്ടുകൾ ഇടുന്നതാണ് വെർട്ടെക്സ്. ഇങ്ങനെ ഡോട്ടുകൾ ഇടുന്നതാണ് വെർട്ടെക്സ്. വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആയിരിക്കും കേട്ടോ. നോൺ എംപ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് നോൺ എംപ്റ്റി, ഒരാൾ പോലും ഉണ്ടാവാതിരിക്കാൻ പാടില്ല. നോൺ എംപ്റ്റി എന്നാൽ അത് നൾഗ്രാഫ് ആകും, ആരും ഇല്ലാത്ത അവസ്ഥയായി പോകും. സോ ഒരു നോൺ എംപ്റ്റി സെറ്റ്, കളക്ഷൻ ഓഫ് ആൾക്കാർ V ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു എഡ്ജ് സെറ്റ്. ഇതിൽ എഡ്ജ് സെറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ വെർട്ടിസസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് ലൈൻ സെഗ്മെന്റുകൾ, ഇങ്ങനെ കണക്ട് ചെയ്യുന്ന കുറച്ച് ലൈൻ സെഗ്മെന്റുകളാണ് എഡ്ജുകൾ. സോ ഇങ്ങനെ കുറെ വെർട്ടെക്സും അതുപോലെ തന്നെ എഡ്ജുകളും കണക്ട് ചെയ്യുന്ന കണക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്സ്. ഇതാണ് ഗ്രാഫ്സ്. ഇപ്പൊ ഞാൻ ഈ വെർട്ടെക്സുകളെ പേര് കൊടുത്തു കഴിഞ്ഞാൽ V1, V2, അതുപോലെ V3, V4, V5, V6, V7, V8. എഡ്ജുകളെ പേര് കൊടുത്താൽ ഒരു സ്മോൾ ABCDEFG. സോ നമുക്ക് എഴുതാം വെർട്ടെക്സ് സെറ്റ് V is equal to V1, V2, V3, V4, V5, V6, V7, V8. 8 വെർട്ടിസസ് ഉള്ള ഒരു സെറ്റ് V. അതുപോലെ തന്നെ എഡ്ജുകൾ ആരൊക്കെയാ? A, B, C, D,
ഇ എഫ് ജി ഇങ്ങനെ എഡ്ജുകളും ഉണ്ടാവും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു എഡ്ജ് എടുത്താലും, നമ്മളൊരു എഡ്ജ് എടുത്തു കഴിഞ്ഞാലും അവനെ ഐഡന്റിഫൈഡ് ബൈ 2 വെർട്ടിസസ്. ഒരു എഡ്ജ് ഏറെ നിൽക്കത്തില്ല എന്ന് വെച്ചാൽ എഡ്ജ് വെറുതെ എഡ്ജ് മാത്രമായിട്ട് നിൽക്കത്തില്ല. ഒരു എഡ്ജ് എപ്പോഴും വെർട്ടിസസിന് ഇടയിലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെർട്ടിസസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എഡ്ജിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. സോ എ എന്നുള്ള വെർട്ടെക്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, എ എന്നുള്ള വെർട്ടെക്സ് എ എന്നുള്ള എഡ്ജ് ഏതൊക്കെ വെർട്ടിസസിനിടയിലാണോ V1 V2 എന്ന് എഴുതാം. V1 V2 രണ്ട് വെർട്ടസിന് ഇടയിലുള്ള എഡ്ജാണ് എത്ര എന്ന് പറയാം, എ എന്ന് പറയാം. ഇതേ സാഹചര്യം തന്നെയാണ് ബിക്ക്. ബിനെ വെറുതെ അങ്ങ് നമ്മൾ എഡ്ജായിട്ട് എഴുതാൻ പറ്റില്ല. ബി എന്നുള്ള ഒരു എഡ്ജ് വെറുതെ ഏറെ നിൽക്കത്തുമില്ല. അവനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ രണ്ട് വെർട്ടസിന് ഇടയിലായിരിക്കണം എഡ്ജ് വരേണ്ടത്. നോക്കി V2ഉം V4 നോക്കിയാൽ V2നും V4നും ഇടയിലാണ് എന്ത്, ഇങ്ങനെയൊക്കെ രണ്ട് ബ്രാക്കറ്റ് ഉപയോഗിക്കാം. ഈ ടെക്സ്റ്റിൽ ഉപയോഗിച്ചേക്കുന്നത് ഈ രണ്ടാമത്തെ ബ്രാക്കറ്റാണ്. V2നും V4നും ഇടയിലുള്ള എഡ്ജാണ് ബി എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഏതൊരു എഡ്ജ് എടുത്താലും ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ പെയർ ഓഫ് വെർട്ടിസസ്. ഒരു പെയർ ഓഫ് വെർട്ടിസസ് വെച്ച് ക്യാരക്ടറൈസ്ഡ് ആയിരിക്കും. ഇനി നോക്കിയേ, നമ്മൾ ഡെഫിനിഷനിലേക്ക് പോവാം. ഈ കോൺസെപ്റ്റ് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ വെറുതെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞ് ഇങ്ങനെ വരച്ചാൽ മതി, കുറേ വരകൾ വരച്ചാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ വര വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എഡ്ജ് എപ്പോഴും വെർട്ടിസസിന് ഇടയിലേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് നമ്മൾ ഒരു എഡ്ജ് വരച്ചാൽ വെറുതെ എഡ്ജ് അങ്ങ് വരച്ച് വയ്ക്കാൻ പാടില്ല. ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും, ഒരു വെർട്ടെക്സ് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് വേണം എഡ്ജിനെ കണക്ട് ചെയ്ത് വയ്ക്കാൻ. സോ ഇനി നമുക്ക് ആ തിയറി എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാം. എ ഗ്രാഫ് ജി വി ഓഫ് ജി ഇ ഓഫ് ജി കൺസിസ്റ്റിംഗ് ഓഫ് 2 ഫൈനൈറ്റ് സെറ്റ്സ്. ഇത് ഫൈനൈറ്റ് സെറ്റ് ആവണമെന്നില്ല, ഇൻഫിനിറ്റ് ഗ്രാഫുകളും വരാം. V of G, the vertex set of a graph, often denoted just by V, which is non-empty set of elements called vertices. അതിൽ എം ടി ആവാൻ പാടില്ല. എന്ത് ഗ്രാഫിലെ വെർട്ടസിന്റെ സെറ്റ് എം ടി ആവാൻ പാടില്ല, എന്നാൽ അത് നൾ സെറ്റ് ആയി പോകും, അല്ലെങ്കിൽ നൾ ഗ്രാഫ് ആയി പോകും. അതേസമയം എഡ്ജ് സെറ്റ് നമുക്ക് എം ടി ആവാം. എന്ന് വെച്ചാൽ വെറുതെ ഒരു ഡോട്ട് ഇട്ടാലും എന്ത് തന്നെയാണത്, ഗ്രാഫ് തന്നെയാണ്. വെറുതെ ഒരു ഡോട്ട് മാത്രം ഇട്ടാൽ എഡ്ജ് ഇല്ലാതെ വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫ്. അത് വേണമെങ്കിൽ രണ്ട് ഡോട്ട് ഇങ്ങനെ, രണ്ട് വെർട്ടിസസ് ഇങ്ങനെ കണക്ട് ചെയ്യാം, എഡ്ജ് ഇല്ലാതെ 3 വരെ കണക്ട് ചെയ്യാം. ഇതെല്ലാം ഗ്രാഫുകളാണ്. സോ എഡ്ജ് സെറ്റ് വേണമെങ്കിൽ എം ടി ആവാം, പക്ഷെ വെക്ടർ സെറ്റ് ഒരിക്കലും എന്താവാൻ പാടില്ല, എം ടി ആവാൻ പാടില്ല. സോ ഇ ഓഫ് ജി, ദ സെറ്റ് ഓഫ് ദി ഗ്രാഫ് ഓഫൺ ഡിനോട്ടഡ് ബൈ ജസ്റ്റ് ഇ മാത്രം മതി, ഇ ഓഫ് ജി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. വിച്ച് ഇസ് എ പോസിബിളി എം ടി സെറ്റ് ഓഫ് എലമെന്റ്സ് കോൾഡ് എഡ്ജസ്. വേണമെങ്കിൽ ഇ എന്ന് പറയുന്ന എഡ്ജ് സെറ്റ് എന്താവാം, എം ടി ആവാം, പ്രശ്നമൊന്നുമില്ല. വെറുതെ എഡ്ജ് മാത്രം നിൽക്കാൻ പാടില്ല, വെർട്ടെക്സ് ഇല്ല. വെർട്ടെക്സ് ഉണ്ടെങ്കിലേ എഡ്ജ് വരയ്ക്കാൻ പറ്റും. അത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇഫ് there exists an edge, it is characterized by 2 vertices such that each edge E in E is assigned an ordered pair of vertices UV called the end vertices of E. അപ്പോൾ ഓർഡേഡ് ഗ്രാഫ് അല്ലാതെ അൺഓർഡേഡ് ഗ്രാഫ്, വെറുതെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓർഡർ ഒന്നുമില്ല, V1 കഴിഞ്ഞിട്ടേ V2 എഴുതാവൂ. അപ്പോൾ ഇവിടെ തന്നെ A is equal to, അല്ലെങ്കിൽ എനെ നമുക്ക് V2 V1 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ആ വെർട്ടിസസിന് ഓർഡറിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. സോ ഇങ്ങനെയുള്ള കളക്ഷൻ ഓഫ്, അല്ലെങ്കിൽ എ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് വെർട്ടെക്സ് സെറ്റ് ബി ആൻഡ് എഡ്ജ് സെറ്റ് ഇ ഈസ് കോൾഡ് എ ഗ്രാഫ്. അതാണ് ഗ്രാഫിന്റെ ബേസിക് ഡെഫിനിഷൻ. സോ ഇതാണ് ഗ്രാഫ്. ഇനി നമ്മുടെ കുറച്ച് കാര്യങ്ങളോട് അതിന്റെ കൂടെ ആലോചിക്കുകയാണ്, കേൾക്കുകയാണ്. വെർട്ടിസസ് ആർ ഓൾസോ സംടൈംസ് കോൾഡ് പോയിന്റ്സ്. വെർട്ടിസസിനെ പോയിന്റ്സ് എന്നോ നോഡ്സ് എന്നോ അല്ലെങ്കിൽ ഡോട്ട്സ് എന്നോ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം, പറയാം. ഇഫ് ഇ ഈസ് ആൻ എഡ്ജ് വിത്ത് എൻഡ് വെർട്ടിസസ് യു ആൻഡ് വി, ദെൻ ഈ സെറ്റ് ജോയിൻ യു ആൻഡ് വി. അപ്പം ഇ എന്ന് പറയുന്ന എഡ്ജ് എൻഡ് ചെയ്യുന്ന വെർട്ടിസസ് യുവും വിയും ആണ് എങ്കിൽ ഈ സെറ്റ് ജോയിൻ യു ആൻഡ് വി. യുവിനെയും ബിനെയും ജോയിൻ ചെയ്യുന്ന ആളാണ് എഡ്ജ് ഇ എന്ന് പറയാം. Note the definition of graph allows the possibility of edge E having identical end vertices. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നമ്മൾ വെറുതെ ഒരു എഡ്ജ് ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പറയുകയാണ്, ഒരു V1 എന്ന് പറഞ്ഞാൽ V1 എന്നുള്ള ഒരു വെർട്ടെക്സ് മാത്രമുള്ള എഡ്ജ്, അതിങ്ങനെ പോസിബിൾ ആവും. ഗ്രാഫ് തിയറിയിൽ ഇതിന് പോസിബിലിറ്റി ഉണ്ട്. വെറുതെ V1 V1 V2 എന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ എഴുതുന്നതിന് പകരം ജസ്റ്റ് ഒരു V1 എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ എഡ്ജ് ഒരു ലൂപ്പ് ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ V1 എന്നുള്ള വെർട്ടെക്സിൽ തുടങ്ങി V1 തന്നെ അവസാനിക്കുന്ന ഒരു ലൂപ്പാണ്. എന്ത് ഒരു ലൂപ്പാണ്, സെൽഫ് ലൂപ്പാണ് ആര്, ഇ എന്ന് പറയാം. സോ ഇഫ് ഇ ഈസ് ഈക്വൽ ടു V1 ദെൻ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുക, സെൽഫ് ലൂപ്പ്. അതാണ് അവർ പറഞ്ഞേക്കുന്നത്. Note the definition of graph allows the possibility of the edge E having identical end vertices. രണ്ട് എൻഡുകളും തുല്യമാവുന്ന രീതിയിൽ.
That is, it is possible to have a vertex u joined to itself by an edge. Such edge is called a loop. ഒരു വെർട്ടക്സിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു സിംഗിൾ എഡ്ജ്, ഒരു ലൂപ്പ് വരത്തക്ക രീതിയിൽ നമുക്ക് അവരെ റെപ്രസെന്റ് ചെയ്യാം. ആ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ലൂപ്പ്. സെൽഫ് ലൂപ്പ്. ഓക്കെ, നമുക്ക് 1-2 എക്സാമ്പിൾസ് ആലോചിച്ച് നോക്കിയാലോ? ഗ്രാഫിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഞാനൊരു ഗ്രാഫ് എടുക്കുന്നു. എക്സാമ്പിൾ 1. ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. G is equal to vertex set V, edge set E. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, വേറെ ഒന്നുമില്ല, കുറച്ച് എക്സാമ്പിൾ വെറുതെ ഇങ്ങനെ വരയ്ക്കുകയാണ്. നിങ്ങൾ ഏറ്റവും ചെറിയ എക്സാമ്പിൾ എടുത്താൽ കേട്ടോ. ഇതാ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. വെറുതെ ഇഷ്ടമുള്ള രീതി വരയ്ക്കുക, അതിലൊന്നും ഒരു കാര്യമില്ല. ഇതാ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതൊരു ഗ്രാഫാണ്. ഇതിന് വെർട്ടിസസ് V1, V2, V3, V4. എഡ്ജുകൾ ആരൊക്കെയാ? E1 അല്ലെങ്കിൽ ABC ഇട്ടാലും മതി. ABCDE. ശരിയാണല്ലോ? എങ്കിൽ നമുക്ക് എഴുതാം വെർട്ടെക്സ് സെറ്റ് V is equal to, ഇത് ചോദിക്കും കേട്ടോ, എന്താ ഡ്രോ ആൻ എക്സാമ്പിൾ ഓഫ് ദി ഗ്രാഫ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടമുള്ള രീതി വരയ്ക്കാം. വെറുതെ ഒരു കുത്തിട്ടാലും ഇത് തന്നെ ഗ്രാഫ് തന്നെ. പക്ഷെ എക്സാമ്പിൾ എഴുതുമ്പോൾ കുത്തിടുന്നതിന് പകരം ചിലപ്പോൾ കുത്താണെന്ന് ടീച്ചറിന് തോന്നുന്നില്ല. അതുകൊണ്ട് കുത്തിടുന്നതിന് പകരം 1-2 വെർട്ടെക്സും 1-2 എഡ്ജുകളൊക്കെ വരച്ചാൽ അത്രയും നല്ലത്. സോ V1, V2, V3, V4 4 വെർട്ടിസസ് ആണുള്ളത്. എഡ്ജ് സെറ്റ് E എടുത്താലോ? സ്മോൾ ലെറ്റർ A, B, C, D, E. നമുക്കിനി എഡ്ജിനെ നമുക്ക് വെർട്ടിസസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. എ എന്ന് പറയുന്ന എഡ്ജ് അത് ആർക്കും ഇടയ്ക്കാം? V1-ഉം V2-നും ഇടയ്ക്കാണ്. ബി എന്ന് പറയുന്ന എഡ്ജ് അത് ആർക്കും ഇടയ്ക്കാം? V2-നും V3-ക്കും ഇടയിലാണ്. സി എന്ന് പറയുന്ന എഡ്ജ് അത് ആർക്കും ഇടയിലാണ്? V2-നും V4-നും ഇടയിലാണ്. ഡി എന്ന് പറയുന്ന എഡ്ജ് ആർക്കും ഇടയിലാണ്? ഡി എന്ന് പറയുന്ന എഡ്ജ് V3-ക്കും V4-നും ഇടയിലാണ്. പിന്നെ ഇ എന്ന് പറയുന്ന എഡ്ജ് അത് V4 ആണ്. അത് ആരാണ്? സെൽഫ് ലൂപ്പാണ്. ഇതാണ് ഒരു ഗ്രാഫിന്റെ എക്സാമ്പിൾ വരയ്ക്കാം പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട്. വേണമെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ വരയ്ക്കാം. നോക്കി ഇപ്പോൾ എക്സാമ്പിൾ 2 ആയിട്ട് വെറുതെ ഒരു ലൈൻ സെഗ്മെന്റ് ഇങ്ങനെ വരയ്ക്കുന്നു. അവിടെ ഇങ്ങനെ 1, 2, 3, 4 വെർട്ടിസസ് ഉണ്ട്. V1, V2, V3, V4. ശരിയാണല്ലോ? എങ്കിൽ വെർട്ടെക്സ് സെറ്റ് ഈ G എന്ന് പറയുന്നത് വെർട്ടെക്സ് സെറ്റ് വിയുടെയും എഡ്ജ് സെറ്റ് ഇയുടെയും കൂടെ കോമ്പിനേഷൻ ആണ്. വെർട്ടെക്സ് സെറ്റ് V is equal to V1, V2, V3, V4 ആണ്. എഡ്ജ് സെറ്റ് E is equal to, പേര് കൊടുക്കാം, A, B, C. A, B, C ആണ്. വിത്ത് ഐഡന്റിഫിക്കേഷൻ A is equal to V1, V2, V1, V2. B is equal to identification V2, V3. Then C is equal to identification V3, V4. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഗ്രാഫിന്റെ കുറച്ച് എക്സാമ്പിൾസ്. എക്സാമ്പിൾ ചോദിക്കും, ഡ്രോ എ ഗ്രാഫ് വിത്ത് 3 വെർട്ടിസസ് ആൻഡ് 4 എഡ്ജസ്, അല്ലെങ്കിൽ ഡ്രോ എ ഗ്രാഫ് വിത്ത് 2 വെർട്ടിസസ് ആൻഡ് 3 എഡ്ജസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. കൺസിസ്റ്റിംഗ് ഓഫ് സെൽഫ് ലൂപ്പ് എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒന്ന് വരച്ച് വെച്ചാൽ മതി. എക്സാമ്പിൾ ആയിട്ട് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാഫിന്റെ ഡെഫിനിഷനും അതിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇതിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ്സ് ആസ് മോഡൽസ് എന്നാണ്. ഗ്രാഫിന്റെ കുറച്ച് മോഡലുകൾ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ചില ചോദ്യങ്ങളെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനുകളെ ഗ്രാഫ് വെച്ച് മോഡൽ ചെയ്ത് സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോൾവിങ് ഞാൻ പറയുന്നില്ല, നമ്മൾക്ക് ഇനി അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങൾ പഠിച്ച് വരുമ്പോഴേ ആ സോൾവിങ്ങിലേക്ക് എത്തുള്ളൂ. ഈ പ്രോബ്ലങ്ങളുടെ സൊല്യൂഷനിലേക്ക് വരുന്നുണ്ട്. സോ അങ്ങനെ അതിനെ മോഡൽ ചെയ്യാൻ പോവാണ്. പ്രാക്ടിക്കൽ സിറ്റുവേഷനെ ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ട് മോഡൽ ചെയ്യാണ്. മോഡലിംഗ് ഓഫ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് യൂസിങ് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡലിംഗ്. സോ അതിൽ ഒന്നാമത്തതാണ് നെറ്റ്വർക്ക് ഓഫ് ടെലഫോൺ ലൈൻ നെറ്റ്വർക്ക്. ഇപ്പോൾ നോക്കി ഇതിനകത്ത് കാണാൻ സാധിക്കും നമുക്ക് കുറേ വെർട്ടിസസും കുറേ എഡ്ജുകളും. ഇപ്പോൾ A, B, അതുപോലെ C, അതുപോലെ D, E, F ഇതെല്ലാമാണ് ആ ടെലിഫോൺ സ്റ്റേഷനുകൾ എന്ന് വിചാരിക്കുക. ആ ടെലിഫോൺ പണ്ടത്തെ ഇപ്പോഴത്തെ നമ്മുടെ നെറ്റ്വർക്ക് കവറേജ് ഉള്ള വേവ്സ് പോലെ അല്ല, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പോലെ പോകുന്നതല്ല. പോളുകളും പോസ്റ്റൊക്കെ കുഴിച്ചിട്ട് അതുവഴി ലൈൻ എടുക്കുന്ന രീതിയിലുള്ളതാണ് മനസ്സിലാക്കുക. പണ്ടത്തെ നമ്മുടെ ലാൻഡ് ഫോണൊക്കെ ഉള്ള രീതിയാണ് മനസ്സിലാക്കുക.
സോ നമുക്ക് ABCDEF 4 സ്റ്റേഷനുകളുണ്ട്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ടെലിഫോൺ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അവരെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന നെറ്റ്വർക്ക് കണക്ട് ചെയ്തേക്കുന്ന കണക്ഷനുകളാണ് ഈ എഡ്ജുകൾ തന്നേക്കുന്നത്. അപ്പോൾ അതിലെ ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾ ചോദിക്കാം. അതിലൊരു ചോദ്യം എന്ന് വെച്ചാൽ മിനിമം എത്ര എഡ്ജുകളെ ഈ ഗ്രാഫിൽ നിന്നും റിമൂവ് ചെയ്താൽ, മിനിമം എത്ര എഡ്ജുകളെ ഈ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും, എന്ന് വെച്ചാൽ ഈ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെടും. നോക്കി, ഞാൻ ഇതിനങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഈ ഭാഗം കട്ട് ചെയ്താലും എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് ഈ വഴി കൂടെയൊക്കെ വേറെ വഴികളിലൂടെ ഇത് കണക്റ്റഡ് ആണ്, ബാക്കിയുള്ള എക്സ്ചേഞ്ചുകളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവനെ കട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ അപ്പോഴും ഇവരെന്താണ്, കണക്റ്റഡ് ആണ്. മുകളിലത്തെ വഴിയിലൂടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, കണക്റ്റഡ് ആണ്. പക്ഷേ ഈ രണ്ടുപേരെ കട്ട് ചെയ്യുകയാണെങ്കിലോ, രണ്ടുപേരെ കട്ട് ചെയ്താൽ ഈ ഗ്രാഫ് എന്തായിട്ട് മാറും, ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, എത്ര മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും, അത് പഠിക്കാനുള്ള രീതിയിലുള്ള തിയറിയൊക്കെ ഇനി വരണുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇനി അതുപോലെ വേറൊരു എക്സാമ്പിൾ, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ, ഒരു സെയിൽസ്മാൻ ഒരു സിറ്റിയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ടൗണിലേക്ക് വരികയാണ്. ഈ ടൗണിലെ ചില ഷോപ്പുകളിൽ പുള്ളിക്ക് വിസിറ്റ് ചെയ്യണം. മിനിമം എല്ലാ ഷോപ്പുകളിലും വിസിറ്റ് ചെയ്യണം. മിനിമം നമ്പർ ഓഫ് എല്ലാ വഴികളിലൂടെയും ഒരു തവണ മാത്രം സഞ്ചരിച്ച് അത് പോസിബിൾ ആണോ, ഈ പടത്തിൽ പോസിബിൾ ആണോ, ഈ കേസിൽ പോസിബിൾ ആണോ, അങ്ങനെയുള്ള പ്രോബ്ലം. ഇത് പോസിബിൾ ആണോ, ഒരു വഴിയിലൂടെ ഒരു തവണ മാത്രം സഞ്ചരിച്ച് എല്ലാ കടകളെയും വിസിറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ ഷോപ്പുകളെയും വിസിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ആദ്യത്തതും ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലമാണ്, രണ്ടാമത്തും ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. രണ്ട് സിറ്റുവേഷനുകളാണ്. ഈ രണ്ട് സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനിലാണ് അത് സാധിക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് സാധിക്കാത്തത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രാഫ് തിയറി ഉപയോഗിക്കാം. അതൊക്കെ ഇനി വരുന്നേ ഉള്ളൂ, ആ തിയറി പാർട്ടൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. ഇനി ഞാനിത് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഈ 3 യൂട്ടിലിറ്റി ഗ്രാഫ്, അതായത് 3 വീടുകൾ H1, H2, H3, അവിടുത്തെ 3 യൂട്ടിലിറ്റി, ഇലക്ട്രിസിറ്റി, ഗ്യാസ് കണക്ഷൻ, വാട്ടർ കണക്ഷൻ. ക്രോസ് ഓവർ ചെയ്യാതെ, വിത്തൗട്ട് ക്രോസ് ഓവർ എല്ലാ വീടുകളിലേക്കും ആ 3 യൂട്ടിലിറ്റിയും എത്തിക്കാൻ സാധിക്കുമോ? ക്രോസ് ഓവർ മീൻസ് പറഞ്ഞല്ലോ, ഈ പൈപ്പുകളിലൂടെയാണ് വരുന്നതെങ്കിൽ പൈപ്പുകൾ ക്രോസ് ഓവർ ചെയ്യാതെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. അതൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആണ്. അവനെ ഗ്രാഫ് തിയറിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതൊരെണ്ണം. പിന്നെ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് ആൻഡ് ദെയർ ഇൻഫറൻസ് ഗ്രാഫ്, അതായത് ഇതെല്ലാം ഈ C1, അതുപോലെ C2, C3, C4, C5, C6 6 റേഡിയോ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവർക്ക് ഓരോ ഫ്രീക്വൻസികളുണ്ട്. ഇപ്പം നമ്മുടെ ഏത് പറഞ്ഞതുപോലെ റെഡ് FM-ഉം, അതുപോലെ റേഡിയോ മിർച്ചിയും, അതുപോലെ റേഡിയോ മാംഗോയും അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഇവർക്കെല്ലാം ഓരോ ഫ്രീക്വൻസി ഉണ്ട്, ഫ്രീക്വൻസി റേഞ്ചും ഉണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 5-6 ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ C1, C2, C3 6 പേർക്കും കൂടെ ആകെ ഒരു 2 ഫ്രീക്വൻസിയെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ 200-ന് താഴെ ഒരു 150, 160 ഈ 2 ഫ്രീക്വൻസിയെ കൊടുക്കാൻ പറ്റുള്ളൂ അവർക്ക്. അറിയാലോ റേഡിയോ ഫ്രീക്വൻസികളുടെ പ്രത്യേകത, ഈ എല്ലാ വിവരങ്ങളും പോകുന്നത് റേഡിയോ ഫ്രീക്വൻസികളായിട്ടാണ്. അപ്പോൾ റേഡിയോയ്ക്ക് ആ പറഞ്ഞ ചാനലിൽ ഒരു ഫ്രീക്വൻസി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ റേഡിയോ ഫ്രീക്വൻസി അവന് കിട്ടും. അത് മാത്രമല്ല, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് ഉണ്ടാവും, വ്യക്തമാവാത്ത അവസ്ഥ വരും. സോ എല്ലാവർക്കും ഒരേ ഫ്രീക്വൻസി കൊടുക്കാൻ പറ്റില്ല. ഗവൺമെന്റിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഈ 6 പേർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടി 2 ഓപ്ഷനേ ഉള്ളൂ. ഒരു 200-ഉം അല്ലെങ്കിൽ ഒരു 150, 2 ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ അടുത്തടുത്തുള്ള അല്ലെങ്കിൽ ചുറ്റുപാടും വളരെ അടുത്തിരിക്കുന്ന സ്റ്റേഷനുകൾക്ക് ഒരേ ഫ്രീക്വൻസി കൊടുക്കാൻ സാധിക്കത്തില്ല. മനസ്സിലായോ? കാരണം ഒരു 200 കിലോമീറ്റർ റേഞ്ചിലുള്ള റേഡിയോ സ്റ്റേഷനുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റർഫറൻസ് ഉണ്ടാവാം. ഇവന്റെ സൗണ്ടിലൂടെ അവൻ ആ ഫ്രീക്വൻസിയിലേക്ക് കയറാം, ഇവന്റെ സൗണ്ടിലൂടെ ആ ഫ്രീക്വൻസിയിലേക്ക് വരാം. അതായത് ക്ലാരിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാം. സോ ഒരു 200 കിലോമീറ്ററിലുള്ള അല്ലെങ്കിൽ 200 കിലോമീറ്റർ ചുറ്റളവിലുള്ള റേഡിയോ സ്റ്റേഷനുകളിൽ ഒരേ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിനിമം എത്ര ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ 2 പറഞ്ഞത് ഈ പ്രോബ്ലത്തിന്റെ ആൻസറാണ്. മിനിമം എത്ര ഫ്രീക്വൻസികൾ ഉണ്ട് എങ്കിൽ, മിനിമം എത്ര ഫ്രീക്വൻസികൾ ഉണ്ട് എങ്കിൽ ഈ 200 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ റേഡിയോ സ്റ്റേഷനുകൾക്ക് ഇന്റർഫറൻസ് വരാത്ത രീതിയിൽ അവർക്ക് റേഡിയോ ട്രാൻസ്മിഷൻ നടത്താം. എന്നുവെച്ചാൽ 2 ഒരേ ഫ്രീക്വൻസിയിലുള്ള ആൾക്കാരെ എന്തില്ലാത്ത രീതിയിൽ, കൂടിച്ചേരാത്ത രീതിയിൽ ദൂരോട്ട് സ്പേസിലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഫ്രീക്വൻസിയും എറണാകുളത്ത് ഒരു ഫ്രീക്വൻസിയും കൊടുത്താൽ കുഴപ്പമില്ല. അവിടെ ആ റേഞ്ചിലുള്ളവർക്ക് ആ ഫ്രീക്വൻസി, ഇവിടെ ഈ റേഞ്ചിലുള്ളവർക്ക് ഇതേ ഫ്രീക്വൻസി കൊടുത്താലും അവിടെ ഇന്റർഫറൻസ് നടക്കത്തില്ല. ഒരേ ചില ബോർഡറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുമെങ്കിലും ആ ഡിസ്റ്റൻസ് ഒരു കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
തിരുവനന്തപുരത്ത് ഒരാൾ 100 ഫ്രീക്വൻസിയിലുള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന റേഡിയോ സിഗ്നൽ കേൾക്കുന്നതും എറണാകുളത്ത് 100 ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റേഡിയോ സിഗ്നൽ കേൾക്കുന്നതും തമ്മിൽ ഇന്റർഫറൻസ് ഉണ്ടാവില്ല. കാരണം ഇവന്റെ എന്തുകൂടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൂടെ എന്ത് ചെയ്യത്തില്ല, അവൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ദൂരം ഉള്ളതുകൊണ്ട്. അതേസമയം അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്റർഫറൻസ് ഉണ്ടാവും. അപ്പൊ ഇന്റർഫറൻസ് ഉണ്ടാവാത്ത രീതിയിൽ 200 കിലോമീറ്റർ ചുറ്റളവാണ് ആ ഇന്റർഫറൻസിന്റെ മാക്സിമം റേഞ്ച് എങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് മാക്സിമം അല്ല, മിനിമം എത്ര ഫ്രീക്വൻസികൾ ഉണ്ട് എങ്കിൽ ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാം. എല്ലാ ഫ്രീക്വൻസികളും എടുത്ത് FM കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രതിരോധ സംവിധാനത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ചില മെസ്സേജ് അയക്കുന്നില്ലേ, കോഡിംഗ് ഒക്കെ അയച്ച് മെസ്സേജ് ഒക്കെ അയക്കുന്നതും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ സമയം വരുന്ന സമയത്ത് മെസ്സേജുകൾ അയക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇവര് റേഡിയോ കൂടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മെസ്സേജുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനെ വരാൻ പാടില്ല. സോ എല്ലാ ഫ്രീക്വൻസികളും നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. സോ മിനിമം ഫ്രീക്വൻസി നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഈ 6 പേരെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്താണ് വഴി? അവിടെയും നമുക്ക് ഗ്രാഫ് തിയറി ഉപയോഗിക്കാം. ഈ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഗ്രാഫ് തിയറി യൂസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ അങ്ങനെയുള്ള പ്രോബ്ലംസ്. സോ അതൊക്കെയാണ് നമ്മുടെ ഗ്രാഫ് തിയറിയിൽ ഞാൻ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ സിറ്റുവേഷനുകളെ ഗ്രാഫായിട്ട് മോഡൽ ചെയ്ത് സോൾവ് ചെയ്യുന്നത്. ഈ പ്രോബ്ലങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്യും കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് കുറേ തിയറി പഠിച്ചതിന് ശേഷം നമ്മളിതെല്ലാം സോൾവ് ചെയ്യും. ഈ യൂട്ടിലിറ്റി പ്രോബ്ലവും അതുപോലെ തന്നെ ടെലിഫോൺ നെറ്റ്വർക്ക് പ്രോബ്ലവും അതെല്ലാം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് തിയറി പഠിച്ചു വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി തിയററ്റിക്കലി അല്ലെങ്കിൽ ഗ്രാഫിന്റെ സഹായത്തോടുകൂടി സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ബേസിസിലാണ് ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ പേപ്പർ അല്ലെങ്കിൽ അപ്ലൈഡ് ലെവൽ മാത്തമാറ്റിക്സ് പേപ്പർ ഉള്ളത്. സോ ഓക്കെ ആണോ? സോ ഇനി നമ്മൾ കൂടുതൽ ഡിഫറൻഷ്യൽസ് പഠിച്ചതിന് ശേഷം ഇതിലേക്ക് തിരിച്ചു വരാം. ഇത് ഞാനൊരു അവയർനെസ് തന്നതേ ഉള്ളൂ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്ന് കാണിക്കാം. ഓക്കെ.